അധികാരികൾ പരക്കെ കണ്ണടച്ചപ്പോൾ ഉദ്യോഗസ്ഥർ ഇതൊന്നും ഞങ്ങളുടെ പണിയല്ല എന്ന് വിധി എഴുതുമ്പോൾ കോൺഗ്രസിന്റെ പ്രമുഖ വനിതാ MLA രംഗത്തേക്ക് വരികയാണ്. ഈ വർഷം ജനുവരി, ന്യൂ ഇയർ ഇതൊക്കെ ഹോസ്പിറ്റലിൽ ചിലവഴിക്കേണ്ടി വന്നപ്പോൾ ഒപ്പം കൂടി ആശ്വസിപ്പിച്ച മന്ത്രിമാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഉമാ തോമസ് എന്ന തൃക്കാക്കര MLA സ്റ്റേഡിയത്തിന്റെ റൗണ്ടിലേക്ക് ഇറങ്ങുന്നത്. ഇക്കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഒരു പൊതുപരിപാടിയിൽ സംഘാടകരുടെ ഒരൊറ്റ കഴിവുകേടുകൊണ്ട് മാത്രം ഉമാ തോമസ് സ്റ്റേജിൽ നിന്ന് വീഴുകയും മരണത്തോട് മല്ലടിക്കുകയും ചെയ്തത്. എന്നാൽ അന്ന് അത് വലിയ വാർത്തയും പുകിലുമൊക്കെ ആയിരുന്നുവെങ്കിലും അന്ന് നടന്ന ഗിന്നസ് റെക്കോർഡ് പോലും ഫണ്ട് തട്ടിപ്പിനുള്ള ഒരു പരിപാടി മാത്രമായി മാറുകയായിരുന്നു. ഉമാ തോമസ് വീണതിന് പിന്നാലെയാണ് എല്ലാ തട്ടിപ്പുകളും മറനീക്കി പുറത്തു വന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും മെസ്സി പടയുടെ വരവിന് വേണ്ടി ലോകോത്തര നിലവാരമുള്ള സ്റ്റേഡിയം ഞങ്ങളിതാ ഇപ്പൊ ശരിയാക്കി തരുമെന്ന് പറഞ്ഞ് റിപ്പോർട്ടർ മുതലാളിമാർ മുന്നോട്ട് വന്നത്. അവിടെ കായിക മന്ത്രി അടക്കം പച്ചക്കൊടി കാണിക്കുകയും ചെയ്തു. എന്നാൽ ഈ വിൻഡോയിൽ കളി നടക്കാൻ മെസ്സിപ്പട കേരളത്തിലേക്ക് കാലുകുത്തില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ മെസ്സി വരുന്നോ ഇല്ലയോ എന്നതിനൊക്കെ അപ്പുറത്ത് ഇനിയും ഒരുപാട് കളികൾ കളിക്കാനുള്ള സ്റ്റേഡിയത്തിന്റെ സുരക്ഷയെക്കുറിച്ച് മാത്രമാണ് ഉമാ തോമസിന് പറയാനുള്ളത്. ഇനിയും ഒരാൾക്കും ഇത്തരത്തിൽ വീണു പരിക്കേൽക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമാ തോമസ് ഒരു തരി മണ്ണ് പോലും വീഴരുത് എന്ന് കട്ടായം പറയുന്നത്. എന്തായാലും അവരുടെ ആ വീഡിയോ ഒന്ന് കാണാം. വാസ്തവത്തില് ഇവിടെ മിനിസ്റ്റർ 2-3 പ്രാവശ്യം വന്നു എന്ന് പറഞ്ഞ് നമ്മൾ അറിയുന്നത് അടുത്ത ദിവസം പത്രങ്ങളിലൂടെയും അതേപോലെ റീലിലൂടെയൊക്കെയാണ് നമ്മൾ കാണുകയുണ്ടായത്. സ്ഥലത്ത് എത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തില് എനിക്കൊരു അപകടം ഇവിടെ സംഭവിച്ചത് കാരണം തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ച് എന്തായാലും ഞാൻ പറഞ്ഞിരുന്നേനെ. അന്നിവിടെ എന്റെ വീഴ്ചയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് വെച്ചാൽ ചോദിക്കുന്നവരാരും ഇതിൽ റെസ്പോൺസിബിൾ അല്ല എന്നുള്ളതുകൊണ്ട് GCDയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഞായറാഴ്ച ഞങ്ങൾ എഞ്ചിനീയേഴ്സിനെ അസൈൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് അവർക്ക് ആർക്കും ഡ്യൂട്ടി കൊടുക്കുന്നില്ല എന്ന്. അപ്പൊ ഞാൻ ചോദിക്കുകയും ചെയ്തു, ഞായറാഴ്ച ഇല്ല എങ്കിൽ ഇത് പൂട്ടിയിടല്ലേ വേണ്ടേ, അല്ലാതെ നമ്മുടെ സ്ഥലം തുറന്നു കൊടുത്തിട്ട് എന്ത് വേണേ ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചതാണ്. പക്ഷെ അതിനൊന്നും കൃത്യമായിട്ടുള്ള മറുപടി ഇല്ല. എന്തായാലും ആരും ഇപ്പോൾ എന്റെ വീഴ്ചയായിട്ട് ബന്ധപ്പെട്ട് റെസ്പോൺസിബിൾ അല്ല എന്നുള്ളത് കൊണ്ട് ഇതിനേക്കാളും വലിയൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ സ്റ്റേഡിയം പണിതപ്പോ ലീഡർ അന്ന് വിഭാവനം ചെയ്തതനുസരിച്ച് 3 മിനിറ്റ് കൊണ്ട് ഈ കംപ്ലീറ്റ് സ്റ്റേഡിയം ഇവാക്യുവേഷൻ നടക്കണം എന്തെങ്കിലും ഒരു അവശ്യഘട്ടം ഉണ്ടായാൽ എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ആ ഇവാക്യുവേഷനുള്ള സ്ഥലമാണ് നമ്മൾ ആ ഫ്രണ്ടില് വനിതാ ഐസിനും മറ്റുമൊക്കെ ഇപ്പം റെന്റിന് കൊടുക്കുന്ന സ്ഥലം ഉള്ളത്. ഇപ്പൊ പക്ഷെ അവിടെ നടക്കുന്നത് ചുറ്റും മതിൽ കെട്ടിയതുപോലെ കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇവാക്യുവേഷൻ ഇവിടെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് ചെയ്യാൻ പോണെന്നൊക്കെ ഇപ്പോഴും വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ്. ഞാനന്ന് ഒരാൾ വീണിട്ട് ഇവിടുന്ന് ഏതാണ്ട് 15 മിനിറ്റോളം ആയി പുറത്തേക്ക് പോയപ്പോഴാണെങ്കിലും അവിടെ ഒരു ആംബുലൻസ് പോലും ഉണ്ടായിരുന്നില്ല. ഓടി വന്ന ആംബുലൻസ് ആണ് എന്നെ കയറ്റിക്കൊണ്ടുപോയത്. അത് കൊണ്ടുപോയതിന്റെ കഥയൊക്കെ നിങ്ങളെല്ലാം കണ്ടതാണ്. കയ്യും കാലും പിടിച്ച് ആ രീതിയിൽ അപ്പൊ അതുകൊണ്ട് എന്തെല്ലാം സുരക്ഷയാണ് ഇവിടെ നടത്താൻ പോകുന്നതെന്ന് അറിയാൻ എനിക്ക് വലിയ കൺസേൺ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരാൾക്കും സംഭവിക്കരുത് ഒരപകടവും. മെസ്സിയെ ഞാൻ വളരെ ആരാധനയോടുകൂടി വീക്ഷിക്കുന്നയാളാണ്. എനിക്ക് മെസ്സി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. മെസ്സി എന്നല്ല, മെസ്സിയെ കാണാനായിട്ട് വരുന്ന ജനത്തിന് ഒരാൾക്കും, പ്രത്യേകിച്ച് ഈ കേരളം മുഴുവൻ ഇവിടെ ഉണ്ടാവും എന്നുള്ളതിന് സംശയമില്ല. അപ്പൊ അവർക്ക് ആർക്കും ഒരു തരി കുഴപ്പമുണ്ടാവാൻ പാടില്ല എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഇതിന്റെ സുരക്ഷയെക്കുറിച്ച് എനിക്ക് വലിയ കൺസേൺ ഉണ്ടായിരുന്നു. പക്ഷെ മിനിസ്റ്റർ വന്നപ്പോൾ അതൊന്നും ചോദിക്കുകയുണ്ടായില്ല, നമ്മൾ കാണുകയുണ്ടായില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ലാസ്റ്റ് സെഷനിൽ ഞാനത് ഒരു കോളിംഗ് അറ്റൻഷനായിട്ട് എഴുതിയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ അന്ന് അതിനേക്കാളും വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് സഭ മര്യാദയ്ക്ക് നടക്കാത്തത് കൊണ്ട് ഈ ചോദ്യം ചോദിക്കാൻ പറ്റിയില്ല. പക്ഷെ റെക്കോർഡിക്കലി ആ ചോദ്യം എൻ്റെ അവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെയാണ് ഇവാക്യുവേഷൻ എന്നുള്ളത് പോലെ തന്നെയാണ് ഇവിടെ ചുറ്റും ഇപ്പൊ സ്ട്രെങ്ത് കുറഞ്ഞിരിക്കണമെന്ന് പറയുന്നുണ്ട്. സ്ട്രെങ്ത് എന്തുകൊണ്ട് കുറഞ്ഞു? അന്ന് ലീഡർ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് 45,000 കപ്പാസിറ്റി എന്ന് പറഞ്ഞെങ്കിലും അന്ന് 54,000 60,000 അടുത്ത ആളുകൾ ആ ഇനോഗ്രേഷൻ ടൈമിന് ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഇപ്പൊ അത് 30 ആക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ സ്ട്രെങ്ത് കുറഞ്ഞത് എന്നുള്ളത് പഠിച്ചിട്ടുണ്ടോ, അതിനെ പരിശോധിച്ചിട്ടുണ്ടോ? അത്
നിവൃത്തീകരിക്കാനാണോ ഈ പണിയെല്ലാം ചെയ്യുന്നതെന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഈ സ്വന്തം മണ്ഡലത്തിൽ MLA-മാരെ പോലും അറിയിക്കാതെ മന്ത്രി ഇങ്ങനെ വന്ന് കാര്യങ്ങൾ ചെയ്യുന്നു. അതിൽ സർക്കാരിന് എന്തെങ്കിലും ഒളിച്ചു കളിയുണ്ട് എന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? അതെന്ത് കളിയാണെങ്കിലും അത് ശരിയായില്ല എന്നുള്ള ഞാൻ വേറൊന്നുമല്ല. ഞാൻ വീണ് കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ ഈ സ്റ്റേഡിയവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും എന്നെ GCDA കഴിഞ്ഞ ഒരു പ്രാവശ്യം മാത്രമാണ് മീറ്റിംഗിൽ വിളിച്ചിരിക്കുന്നത്. നിലവിലെ MLA എന്ന നിലയിൽ എനിക്ക് ആദ്യ തൊട്ട് തന്നെ ആ ഒരു ക്ഷണം ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ GCDA എന്നെ ഇപ്പോഴാണ് ഗവൺമെന്റ് ഓർഡർ വന്നത് എന്നാണ് പറഞ്ഞത്. ശരിക്കും നമ്മൾ എക്സ്പാക്ടോ മെമ്പറാണ് എന്നുള്ളതാണ് അതിന്റെ റൂൾസ് അനുസരിച്ച് കാണുന്നത്. പക്ഷെ എന്നെ ഒരു പരിപാടിക്ക് പോലും അല്ലെങ്കിൽ ഒരു മീറ്റിംഗിന് പോലും എന്നെ ക്ഷണിച്ചിട്ടില്ല. ലാസ്റ്റ് ഒരു മീറ്റിംഗിന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ഈ വീഴ്ചയായിട്ട് ബന്ധപ്പെട്ട് ആരാണ് ഉത്തരവാദി എന്ന് ചോദിക്കുകയും അന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അതൊരു ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച ഞങ്ങൾക്ക് ഇവിടെ ആർക്കും ഡ്യൂട്ടി അസൈൻ ചെയ്യാറില്ല. ഇവര് രാത്രി അതായത് തലേദിവസം വൈകുന്നേരം 6 മണിവരെ ഈ ടെമ്പററി സ്റ്റേജ് പണിതിട്ടില്ല, അതിനുശേഷമാണ് പണിതത് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള വീഴ്ചകൾ വീണ്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും മാത്രമല്ല നമ്മളുടെ കേരളം മുഴുവൻ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. മെസ്സിയെ കാണുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ജീവിതാഭിലാഷമായിട്ട് എല്ലാവരും അത് ഏറ്റെടുക്കും. അതുകൊണ്ട് കാണാൻ വരും എന്നുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ അതിന്റെ പ്രിക്കോഷൻ എടുക്കണം എന്ന് ഞാൻ കരുതിയിരുന്നു. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാതിയായിട്ട് ഞാൻ കേസ് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് കോമ്പൻസേഷൻ കിട്ടണം. നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ വന്ന് കാത്തു നിന്നിട്ട് എത്ര നേരമായി. ഞാൻ ഇപ്പോഴും ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പൊ എല്ലാ ദിവസവും ഇപ്പോഴും എന്റെ അവസ്ഥ ഇപ്പൊ ഇന്ന് 9ാമത്തെ മാസത്തിലേക്കാണ്. ഞാൻ 1 വർഷം എത്താറായി. കഴിഞ്ഞ ഡിസംബർ 29-ാം തീയതിയാണ് എനിക്ക് അപകടം നടന്നത്. അപ്പൊ തൊട്ട് എനിക്ക് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് ആരും ഉത്തരവാദി അല്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഞാൻ ചോദിച്ചു, ഞായറാഴ്ച അവിടെ അങ്ങനെ ആളില്ല എങ്കിൽ അത് അടച്ചിടുകയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ പരിപാടി നടത്താൻ പുറത്തുള്ള ആൾക്ക് കൊടുക്കാമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ വളരെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു മറുപടിയാണ് എനിക്ക് കിട്ടിയത്. ഒരു പേരിന് ഒരാളെ സസ്പെൻഡ് ചെയ്യും, അടുത്ത ദിവസം കൊണ്ട് തന്നെ അവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെ ഒപ്പിടാനായിട്ട് അനുവദിക്കുകയും ചെയ്ത ഒരു GCDA നടപടിയാണ് ഞാൻ കാണുകയുണ്ടായത്. അതുപോലെ തന്നെ കോർപ്പറേഷൻ ഓഫീസിലാണെങ്കിൽ ഒരു HIനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഏത് രീതിയിലാണ് അവര് റിലേറ്റഡ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ വെറുതെ നമ്മളെ കണ്ണിൽ പൊടിയിടാൻ എന്നോണം ആ ദിവസങ്ങളിലൊക്കെ ആരെങ്കിലും സസ്പെൻഡ് ചെയ്തു എന്ന് വരുത്താൻ വേണ്ടിയിട്ട് വരുത്തി എന്നുള്ളതല്ലാതെ മറ്റൊന്നും നടന്നിട്ടില്ല. പിന്നെ GCDയെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു എന്നറിഞ്ഞു. നമ്മൾക്ക് ലീഡർ വിഭാവനം ചെയ്ത ആ സ്റ്റേഡിയം എന്ന് പറയുന്നത് നമ്മൾക്ക് 45,000, അത് അന്ന് ഇനോഗ്രൽ സെറമണിക്ക് 54,000 പേരോളം അതിൽ പങ്കെടുത്തിട്ടുണ്ട്. 60,000 കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അത് ഇന്ന് അതിന്റെ സ്ട്രെങ്ത് കുറച്ചിട്ട് 30,000 ആക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സ്ട്രെങ്ത് കുറഞ്ഞത്? അത് നമ്മൾ അന്വേഷിക്കേണ്ടതല്ലേ. ഈ സ്ട്രെങ്ത് കൂട്ടുന്ന വർക്കാണോ ഇവിടെ നടക്കുന്നത്? സ്ട്രെങ്ത് കൂട്ടാൻ എന്ത് രീതിയിലുള്ള വർക്കാണ് നടക്കുന്നത്?